ഏതാ കേസ്? മുഹമ്മദ് റിയാസിന്റെ വീട് വളർന്നിട്ടുള്ളതിന്റെ കേസ് ഏതാ? അല്ല, കേസ് ഏതാന്ന് പറ. എന്റെ ഭാവി ഭാര്യയുടെ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമപ്രവർത്തകന്റെ കൈ തല്ലിയടിച്ചു എന്നതിന്റെ പേരിലാണോ എന്റെ വീട് വളഞ്ഞത്? എന്റെ വീട് വളഞ്ഞത് സമരം ചെയ്തതിന്റെ പേരിൽ അല്ലേ? ഈ നാട്ടിലെ പെൻഷൻ വാങ്ങാൻ കഴിയാതെ പോകുന്ന നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് എന്റെ വീട് വളഞ്ഞത്. മാധ്യമപ്രവർത്തകർ തോളിലേറ്റി നടന്ന മാധ്യമപ്രവർത്തകരുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ വാർത്തയിലെ പ്രധാന ഘടകമായിരുന്ന രാഹുൽ മാങ്കൂട്ടം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതോടുകൂടി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുവാൻ അദ്ദേഹം എത്തിയിരുന്നു. ഇതേ തുടർന്ന് തനിക്ക് പറയുവാനുള്ളതെല്ലാം തുറന്നടിച്ചതുപോലെ പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇങ്ങനെയാണ്: താങ്കളെ മാത്രമല്ലല്ലോ ഇത്തരത്തിൽ വളഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്, മുഹമ്മദ് റിയാസിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ലേ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് ചുട്ട മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടം നൽകിയത്. അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാം. അതേതാ കേസ്? ഏതാ കേസ്? ഏതാ കേസ്? മുഹമ്മദ് റിയാസിന്റെ വീട് വളർന്നിട്ടുള്ളതിന്റെ കേസ് ഏതാ? അല്ല, കേസ് ഏതാന്ന് പറ. എന്റെ പ്രതിശ്രുത ഭാര്യ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തല്ലിത്തകർത്തു എന്ന കേസിലാണോ എന്റെ വീട് വളഞ്ഞത്? ആണോ? എന്റെ ഭാവി ഭാര്യയുടെ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമപ്രവർത്തകന്റെ കൈ തല്ലിയടിച്ചു എന്നതിന്റെ പേരിലാണോ എന്റെ വീട് വളഞ്ഞത്? എന്റെ വീട് വളഞ്ഞത് സമരം ചെയ്തതിന്റെ പേരിൽ അല്ലേ? ഈ നാട്ടിലെ പെൻഷൻ വാങ്ങാൻ കഴിയാതെ പോകുന്ന നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് എന്റെ വീട് വളഞ്ഞത്. രണ്ട് കേസ്. അപ്പൊ നാളെ വണ്ടിപ്പെരിയാറിലെ അർജുൻ പറയുകയാണ്, എന്റെ കയ്യിൽ പണ്ട് കയ്യാമം വെച്ചുകൊണ്ട് പോയില്ല, ഞാനൊരു രാഷ്ട്രീയ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണല്ലോ അർജുൻ. വണ്ടിപ്പെരിയാറിലെ ആ കുഞ്ഞു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ പീഡിപ്പിച്ച അർജുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്, നേതാവ്. അവൻ പറയുകയാണ് അന്ന് തന്നെ തെലങ്ക് വെച്ചുകൊണ്ടാണ് പോയത് എന്ന് പറയുന്ന നാളുകൾ രാഷ്ട്രീയ സമരം ചെയ്ത് തെലങ്ക് വെച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമ്മൾ കേസ് കൂടി പറയണം. ഏത് കേസ്? മുഹമ്മദ് റിയാസിന്റെ കേസ് ഏതാ പറ. ഏത് സമരത്തിന്റെ പേരില്ല മുഹമ്മദ് റിയാസിന്റെ വീട് വളഞ്ഞത്? പറയട്ടെ. ഞാൻ കേട്ടിട്ടില്ല. അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, അങ്ങ് പറ. അങ്ങനെ ഏതെങ്കിലും ഒരു സമരം ചെയ്തതിന്റെ പേരിൽ മുഹമ്മദ് റിയാസിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വാർത്ത അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഇവിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്നത്. മുഹമ്മദ് റിയാസിനെ വളഞ്ഞിട്ട് പിടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് റിയാസിനെ ഏത് കേസിലാണ് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തതെന്ന് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നു. അതിൽ നിന്ന് തെന്നിമാറാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകനെ വീണ്ടും അതേ ചോദ്യം ചോദിച്ച് ആദ്യഘട്ടത്തിൽ ഒന്ന് കുഴപ്പിക്കുന്നു. അതിന് മറുപടി അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്തത് എൻ്റെ പ്രതിസുദ്ധ വധുവിൻ്റെ അച്ഛനു വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈ തല്ലി ഒടിച്ച കേസിലല്ല. എന്നെ അറസ്റ്റ് ചെയ്തത് എൻ്റെ ഭാര്യയുടെ പിതാവിന് വേണ്ടി ഒരു മാധ്യമ സ്ഥാപനം തല്ലി തകർത്തതിൻ്റെ പേരിലല്ല. എന്നെ അറസ്റ്റ് ചെയ്തത് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിലാണ്. എന്നെ അറസ്റ്റ് ചെയ്തത് ഇവിടുത്തെ പെൻഷൻ ലഭിക്കാത്ത ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്തതിനാണ് എന്ന കൃത്യമായ മറുപടി കൊടുക്കുന്നു രാഹുൽ മാങ്കൂട്ടം. മാധ്യമപ്രവർത്തകന്റെ വായടപ്പിക്കുന്നുമുണ്ട്. ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുന്നതിൽ എന്നും ശ്രദ്ധേയനാണ് രാഹുൽ മാങ്കൂട്ടം. അന്തിച്ചർച്ചകളിൽ അത് എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്നതുമാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി ഇങ്ങനെയെങ്കിലും പ്രതീക്ഷിക്കണ്ടേ? കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഹമ്മദ് റിയാസും അതിൻ്റെ ഒരു ഭാഗമായി വരുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ചെന്ന് തലവെച്ച് കൊടുക്കാറുമുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വി.ഡി. സതീശൻ സംസാരിച്ചപ്പോൾ മൂക്കാതെ പഴുത്തതിൻ്റെ കുഴപ്പമാണ് മുഹമ്മദ് റിയാസിനെന്ന് പറഞ്ഞത്. കൂടാതെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തു. പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെല്ലാവരും എങ്ങനെ മുഹമ്മദ് റിയാസിന്റെ മണ്ടയ്ക്ക് കയറുന്നതും ശരിയാണ്. പാവം, അദ്ദേഹവും ഈ നാടിന്റെ മന്ത്രിയല്ലേ.